You are watching Reporter Evening Show. സമരമുഖത്ത് അത്രമേൽ കലുഷിതമായിരുന്നില്ല പ്രതിപക്ഷം. എന്നാൽ കരിങ്കൊടി പ്രതിഷേധങ്ങളിൽ പ്രവർത്തകരെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചിറങ്ങി. ഇനി തെരുവിൽ തല്ലുകൊള്ളാൻ ഞങ്ങളില്ല, ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. പിന്നാലെ പോലീസ് ആസ്ഥാനം ഉപരോധിക്കാൻ തീരുമാനം. കെ സുധാകരൻ, വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ പോലീസ് ആസ്ഥാനത്ത് കോൺഗ്രസിന്റെ സമരവേദിയിലേക്ക്. പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോൾ അസാധാരണമായ പോലീസ് നടപടി. വേദിയിലേക്ക് ജലപീരങ്കിയും വേദിക്ക് തൊട്ടു പിന്നിൽ ഗ്രനേഡ് പ്രയോഗവും. പിന്നാലെ പ്രവർത്തകരും പോലീസും തമ്മിൽ തെരുവ് യുദ്ധം. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് KPCC അധ്യക്ഷനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. പിന്നാലെ സമരമുഖം കലുഷിതമാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വെല്ലുവിളി. ഇനി ആ ധൈര്യം കൊണ്ട് ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഗേറ്റ് തുറന്നു കിടക്കുക, അകത്തോട്ടൊന്ന് കയറി നോക്കട്ടെ, നമുക്ക് കാണാം. കേസിൽ ഒന്നാം പ്രതിയായി പ്രതിപക്ഷ നേതാവ്. പിന്നാലെ നാലാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റും. തുടങ്ങിയിട്ടേ ഉള്ളൂ, വിജയം കാണാൻ പോകുന്നതേ ഉള്ളൂ, വിജയം കാണാൻ പോകുന്നതേ ഉള്ളൂ. സമരം ചെയ്യാൻ ഒരു പ്രശ്നമില്ല. രാഹുലിന്റെ അറസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് അടങ്ങിയിരുന്നില്ല. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് തെരുവിലിറങ്ങി. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷാഫിയെ ഒന്നാം പ്രതിയാക്കി കേസും. ബാക്ക് ഫൂട്ടിൽ നിന്ന കോൺഗ്രസ് ബഹുദൂരം ഫ്രണ്ട് ഫൂട്ടിലേക്ക് മാറിയ ദിനങ്ങൾ. അടുത്ത ബുധനാഴ്ച ജാമ്യം പരിഗണിക്കും വരെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അടുത്ത ബുധനാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അടുത്ത ബുധനാഴ്ച വരെ രാഹുലിന് ജയിൽവാസം. രാഹുലിന്റെ ജാമ്യം അട്ടിമറിക്കാൻ മെഡിക്കൽ റിപ്പോർട്ട് തിരുത്തിയെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് MV ഗോവിന്ദൻ തിരിച്ചടിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഒന്നാം പ്രതിയായ ഷാഫി പറമ്പിലിനെതിരെയും കേസ് വന്ന ദിവസമാണിന്ന്. പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനോ സർക്കാർ നീക്കം എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ചർച്ചയിൽ അൻവർ ഷാ പാലോട്, ഇടത് സഹയാത്രികൻ, നിസാം സെയ്ദ്, രാഷ്ട്രീയ നിരീക്ഷകൻ, കോൺഗ്രസ് നിലപാട് വിശദീകരിക്കും. ആനന്ദ് കൊച്ചുകുടി, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം അൻവർ ഷാ പാലോടിലേക്ക്. അൻവർ ഷാ പാലോട്, ഇപ്പോൾ സർക്കാർ സമരവിരുദ്ധമാണോ? സ്മൃതി, സർക്കാർ സമരവിരുദ്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സഹപ്രവർത്തകൻ അരുൺകുമാർ, അദ്ദേഹം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്, നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്ന വേളയിൽ തന്നെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, സമരങ്ങളെ ഭയപ്പെടുന്നുണ്ടോ, കരിങ്കൊടിയെ ഭയപ്പെടുന്നുണ്ടോ, അവർക്ക് കരിങ്കൊടി കാണിക്കാമോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് അദ്ദേഹത്തോട്? ഞങ്ങൾക്ക് അങ്ങനെ സമരം ചെയ്യുന്നവരോട് യാതൊരുവിധ പ്രശ്നവുമില്ല, പക്ഷെ അവർ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. നിയമത്തിന് വിരുദ്ധമായി ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സംവിധാനങ്ങൾ ഇടപെടും. നിയമത്തിനനുസരിച്ചൊരു സമരമുണ്ടോ അന്വേഷ? നിയമത്തിനനുസരിച്ചൊരു സമരമുണ്ടോ? സമര രീതി നിശ്ചയിക്കുന്നത് ആരാണ്? സർക്കാരാണ്. ഈ പറയുന്ന അല്ല, സമര രീതി നിശ്ചയിക്കുന്നത് അല്ല, സ്വന്തമായിട്ട് നിശ്ചയിച്ചാൽ മതി. ഞങ്ങൾ ഈ രീതി വരെ സമരം ചെയ്യുകയുള്ളൂ. ഈ പറയുന്ന രീതിയിൽ നമുക്കൊരു പബ്ലിക് ഓർഡർ ഉണ്ടല്ലോ, പൊതുക്രമം. ആ പൊതുക്രമത്തിന് വിരുദ്ധമായി ഞങ്ങൾ സമരം ചെയ്യില്ല എന്നങ്ങ് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചാണല്ലോ, അപ്പോൾ നിയമവിരുദ്ധമായ സമരം, നിയമത്തിനനുസരിച്ചുള്ള സമരം, അങ്ങനെ രണ്ട് സമരമുണ്ടോ? മാത്രമല്ല സ്മൃതി, ഇതിനകത്തൊരു പ്രധാന പ്രശ്നമുള്ളത്, അൻവർ ഷാ ഈ മുഖ്യമന്ത്രിയുമായി ഞാൻ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വഴിയരികിൽ നിന്നുകൊണ്ട് കരിങ്കൊടി കാണിച്ചാൽ
ഞങ്ങൾ ഇടപെടില്ല. അത് കാണിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷേ വണ്ടിക്ക് മുന്നിലേക്ക് ചാടിക്കരും കൂടി കാണിച്ചാൽ സ്വാഭാവികമായും അത് തടയും എന്നതാണ്. പക്ഷെ തടയുക മാത്രം ആയിരുന്നില്ല. അതിനു മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തെ ഇത്രയും സങ്കീർണമാക്കിയതെന്നാണ് എൻ്റെ വിശ്വാസം. രക്ഷാപ്രവർത്തന ദൗത്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നു മുഖ്യമന്ത്രി പറയുന്നു അതൊരു മാതൃകാപരമാണ്, അതിനെയും തുടരുക തന്നെ വേണം. നമ്മളുടെ മുൻപിലുള്ള ദൃശ്യങ്ങൾ എന്താണ് അൻവർഷ? ഒരു വലിയ പൂച്ചട്ടി എടുത്ത് തലക്കടിക്കുന്നു, ഹെൽമറ്റ് വെച്ച് തലക്കടിക്കുന്നു. ആ ദൃശ്യങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ സമരങ്ങളെ സർക്കാരിനോടനുബന്ധിച്ചുള്ള സംഘടനകളും നേരിടുന്നത് ഇങ്ങനെയാണോ എന്ന ചോദ്യം പൊതുമധ്യത്തിൽ ഉയരുമ്പോഴാണ് ഈ സമരം ആളിപ്പടരുന്നത്. അങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് തെരുവിലേക്ക് ഇറങ്ങുന്നത്. ആ വാക്കൊഴിവാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ഡാമേജുകളെല്ലാം ഒഴിവാക്കാമായിരുന്നില്ലേ? ഈ സദസ്സ് മറ്റു രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമായിരുന്നില്ലേ അൻവർഷ? അല്ല, ഈ ഇപ്പോൾ അരുൺ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണത് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമല്ലോ. കാരണം ബസ്സിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി മരണം സംഭവിക്കുക അല്ലെങ്കിൽ പരിക്കുകൾ പറ്റിക്കാനായിട്ട് യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുകയാണെന്നേ. ആ ശ്രമത്തിൻ്റെ ഇടയിൽ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞതിൽ എന്താണ് അരുൺകുമാറെ? ഒരാളെ രക്ഷിക്കുന്നത് തെറ്റാണോ? അത് മുഖ്യമന്ത്രി കടന്നു പോയതിനു ശേഷം എനിക്ക് യോജിപ്പില്ല. ബസിന്റെ മുന്നിൽ നിന്ന് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെച്ച് ഇടിച്ചു പരിക്കേൽപ്പിക്കുന്നു. ഞാനതിനെ അംഗീകരിക്കുന്നില്ലെന്നേ. അല്ല, ഞാനതിനെ അംഗീകരിക്കുന്നില്ല. ഈ പറയുന്ന ഹെൽമറ്റ് വെച്ച് അടിക്കുന്നതോ അല്ലെങ്കിൽ പൂച്ചട്ടി വെച്ച് അടിക്കുന്നതിനോടോ ഒരു യോജിപ്പുമില്ലാത്ത ആളാണ് ഞാൻ. മുഖ്യമന്ത്രി പറഞ്ഞ സന്ദർഭം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി ഈ അടിക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ ഈ അവരെ ആക്രമിക്കുന്ന സമയത്തോ മുഖ്യമന്ത്രി അവിടെ ഇല്ല. മുഖ്യമന്ത്രി കാണുന്നത് എങ്ങനെയാ? ഈ ബസ്സിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടുന്നു, അവരെ പോലീസുകാരും ഡിവൈഎഫ്ഐക്കാരും ചേർന്ന് പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. അതിനുശേഷം നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നീട് കേസെടുത്തല്ലോ. അത് മറ്റൊരു രീതിയിലാണെങ്കിൽ പോലും കേസെടുത്തു. അത് ഈ പറയുന്ന രീതിയിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോവുകയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ ആരും സമരത്തിനെതിരല്ല. കാരണം ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പിണറായി വിജയനും സമരം ചെയ്തിട്ട് തന്നെയാണ് അധികാരത്തിൽ വന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇപ്പൊ സ്മൃതിയാണല്ലോ ഈ ചോദ്യം ചോദിച്ചത്, ഒന്നുകിൽ സ്മൃതിക്ക് റിട്രോഗ്രേഡ് അമിനേഷ്യ എന്ന് പറയുന്ന മാരകമായ രോഗം ബാധിക്കുകയോ അല്ല എങ്കിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സ്മൃതി ഈ പറയുന്ന മാധ്യമ പ്രവർത്തനം തുടങ്ങിയതോ എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. കാരണം 2011 മുതൽ 2016 വരെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിൽ ഇരുന്ന സമയത്ത് കേരളത്തിൽ സമരം നടത്തുകയും ആ സമരവുമായി ബന്ധപ്പെട്ട് ഇത്രയും ഇപ്പൊ നമുക്കറിയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടി ജനങ്ങൾ തിരസ്കരിച്ചത് എന്തുകൊണ്ടാണ്? ഇതേപോലെയുള്ള ജനവിരുദ്ധമായ പരിപാടികൾ ചെയ്തുവെന്ന് അൻവർ ഷാ അടക്കമുള്ളവർ വിശ്വസിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ സർക്കാർ പുറത്തുപോയത്. അതേ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ പിന്നെ പിണറായി സർക്കാരിന്റെ ആവശ്യം എന്താണ്? ഉമ്മൻചാണ്ടി സർക്കാരിന് തുടർച്ചയായിട്ട് എടുത്ത കോൺഗ്രസിന് അധികാരം കൊടുത്തു. അല്ല, നമ്മൾ ഈ ഇരിക്കുന്ന സർക്കാർ അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് നടത്തിയ അക്രമങ്ങൾ, യൂത്ത് കോൺഗ്രസ് നടത്തിയ അക്രമങ്ങളെ നിങ്ങൾ എന്തിനാണ് ന്യായീകരിക്കുന്നത്? ഇവിടെ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ആർട്ടിക്കിൾ 14 എല്ലാവർക്കും ബാധകമാണ്. നിയമത്തിന് മുന്നിൽ സമാധാനപരമായ സമരങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. നിങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഇത്തരം സമരങ്ങൾ ഒരു മിനിറ്റ് ചോദിക്കട്ടെ. ഒരു മിനിറ്റ് അൻവർ ഷാ, ഒന്ന് പൂർത്തിയാക്കട്ടെ. താങ്കൾ ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, ഏത് സർക്കാർ ഭരിച്ചാലും സമരങ്ങളോട് ഏത് സർക്കാർ ഏത് നിലപാടെടുത്താലും അതൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ ആ ചർച്ചകളിൽ സർക്കാർ നിലപാടിനെ വിമർശിച്ചിട്ടുണ്ട്. താങ്കൾക്കായിരിക്കും ഓർമ്മ കുറവുണ്ടായത്, ഒരു പക്ഷെ അന്ന് കണ്ടിട്ടുണ്ടാകില്ല, അത് വിട്ടേക്കൂ. ഇപ്പോൾ ഞാനല്ലല്ലോ ചർച്ചാ വിഷയം. ഇപ്പോൾ ചോദിക്കുന്നത് ഇതാണ്, നിങ്ങളും സമരം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സമരമാർഗത്തെ ഇപ്പോൾ ഏത് രൂപത്തിൽ സമരം ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ്. നിങ്ങളാണ് തീരുമാനിക്കുന്ന ആ സമരം ഏത് രൂപത്തിൽ വേണം. അക്രമ സമരങ്ങൾ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സമരമാർഗമേ ഇല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പിച്ചു പറയാനാകുമോ? നാളെ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ രൂപത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒരു സമരം ഉണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാനാകുമോ? നമ്മുടെ മുന്നിൽ ഒരുപാട് ദൃശ്യങ്ങളില്ലേ. ഈ സമരത്തിൽ ഇപ്പോൾ 10 വർഷത്തിലേറെ തടവ് ലഭിക്കാവുന്ന എന്ത് കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്? അല്ല സ്മൃതി, ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, 2011 മുതൽ 2016 വരെ കേരളത്തിൽ പ്രതിപക്ഷമായിരുന്നത് LDF ആണ്. ഇവിടെ എവിടെയെങ്കിലും ഈ പറയുന്ന മുഖ്യമന്ത്രി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിക്ക് മുമ്പിൽ എടുത്തു ചാടി ആത്മഹത്യാ ശ്രമം നടത്തുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മറ്റുള്ള ഇപ്പോൾ
നിങ്ങൾ കണ്ടല്ലോ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആ 20-ാം തീയതി നടന്ന ആ സമരത്തിനകത്ത് പോലീസിന്റെ എന്താണ് പിങ്ക് പോലീസിന്റെ വണ്ടി തല്ലി തകർത്തതുമായി ഞാൻ അതിന് തൊട്ടടുത്ത താമസിക്കുന്നതന്നെ. ഞാൻ അന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത് ഈ കാര്യങ്ങൾ കൃത്യമായി അന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് LDF സർക്കാർ പ്രതിപക്ഷ ഇരുന്ന സമയത്ത് DYFI എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദിക്കുന്ന. SFI ഒക്കെ സമരം ചെയ്തിട്ടുണ്ട് പോലീസുമായിട്ട്. ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. ഈ DYFI പ്രവർത്തകരുടെ മുകളിൽ ലാത്തി വെച്ചടിച്ച് ലാത്തി ഒടിച്ചതിന് ശേഷം ഈ പറയുന്ന എന്താണ് പൊതുമുതൽ തകർത്തു എന്ന പേരിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ കേസെടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ അതാണ് നിങ്ങളടുത്ത് പറയുന്നത്. അന്നുണ്ടായതെല്ലാം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് അമ്നേഷ്യ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അതെല്ലാം വിടുകയും. ശരി, ആയിക്കോട്ടെ, ഞാൻ തിരിച്ചെത്താം താങ്കളിലേക്ക്. നിസാം സയ്യിദ്, അടുത്ത വിഷയത്തിലേക്ക്. അതായത് ഇതുമായി ചേർന്ന് ഇന്ന് കോഴിക്കോട് MT വാസുദേവൻ നായർ പറയുകയാണ്, അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറിയെന്നും ജനസേവനത്തിനുള്ള അവസരമെന്ന സിദ്ധാന്തത്തെ കുഴിച്ചുവെട്ടി മൂടിയെന്നും ആൾക്കൂട്ടത്തെ ആരാധകരായും പടയാളികളായും മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതിവ് ഒരു മഹാരഥനും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഇത് ഈ കോണ്ടെക്സ്റ്റിൽ ചേർന്നു പോകുന്ന കാര്യമാണോ? എന്തുകൊണ്ടായിരിക്കണം ഇവിടെ DC ബുക്സ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ലിറ്റററി ഫെസ്റ്റിവൽ MT വാസുദേവൻ നായരെ പോലെ ജ്ഞാനപീഠം ജേതാവ് ഇങ്ങനെ പറയാൻ കാരണം? നിഖേഷ്, നമ്മളൊക്കെ MT വാസുദേവൻ നായരെ വായിച്ചു വളർന്നവരാണ്. MT വാസുദേവൻ നായർ അങ്ങനെ പൊതുവേദിയിൽ പരസ്യമായി പ്രതികരിക്കുന്ന ആളല്ല എന്ന് നമുക്കറിയാം. വളരെ മിതമായി സാരമായി ആറ്റിക്കുറിക്ക് മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളാണ് MT വാസുദേവൻ നായർ. ആ MT വളരെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ജാമാതാവായ പൊതുമരാമത്ത് മന്ത്രിയെയും സ്റ്റേജിലിരുത്തിക്കൊണ്ട് ഇന്ന് പറഞ്ഞത് എന്തുദ്ദേശത്തിലാണെന്ന് MTയെ വായിച്ചു വളർന്ന സാധാരണ മലയാളികൾക്കൊക്കെ മനസ്സിലാകും. സമഗ്രാധിപത്യം പ്രവണത കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അധികാരം എന്നത് ഞാൻ വായിക്കാം. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്തോ നമ്മൾ കുഴിവെട്ടി മൂടി. ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ് അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഉള്ള ഒരു സ്ഥാനം. ഇത് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നരേന്ദ്രമോദിയെ ഉദ്ദേശിച്ചാണ് എന്നാണ് പറയാൻ ഉദ്ദേശമെങ്കിൽ നമ്മൾ മലയാളികൾ MTയെ വായിച്ചത് അല്ലെങ്കിൽ MTയെ വായിച്ചത് മനസ്സിലാകാതെ പോകുന്ന ഒരു ദുർഘട ഘട്ടത്തിലാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അങ്ങനെ MTയെ കൊണ്ട് പോലും പരസ്യമായി പ്രതികരിക്കുന്ന രീതിയിൽ കേരളത്തിൽ ഇന്ന് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടോ എന്ന സംശയം സാമാന്യ ബോധമുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇതിനു മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് മുഖ്യമന്ത്രി നൽകിയ വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നത് കേട്ടു. മലയാളികൾ എന്താ പൊട്ടന്മാരാണെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഹെൽമെറ്റ് വെച്ച് തലയ്ക്ക് അടിക്കുന്നതും വികലാംഗനെ തൊഴിക്കുന്നതും ഒക്കെ ജീവൻ രക്ഷ. മലയാള ഭാഷയോട് ഇത്ര വലിയ ഭീകരത ചെയ്യാവോ? മലയാള ഭാഷയിലെ എത്രയോ കാരുണ്യമാർന്ന ഒരു വാക്കാണ് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നത്. ആ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന വാക്കിനെ ഇത്രമാത്രം നികൃഷ്ടമാക്കി മാറ്റുക എന്നുള്ളത്, എല്ലാ തെറ്റുകളെയും നമ്മൾ മറന്നാൽ പോലും മലയാള ഭാഷയോട് ചെയ്ത ഈ തെറ്റിനെ നമുക്ക് എങ്ങനെ പുറക്കാൻ കഴിയും? നിസാം സയ്യിദ്, അത് നമ്മൾ 2-3 ദിവസമായി വിലയിരുത്തുന്ന കാര്യമാണ്. നമ്മൾ അതിലേക്ക് തന്നെ തിരികെ പോകുന്നതിന് പകരം MT തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് സാറിസ്റ്റ് ഭരണത്തെ നീക്കിയ റഷ്യയെ കുറിച്ചും ഒക്കെയാണ്. അവിടെ ശിഥിലീകരണം സംഭവിക്കാൻ പോകുന്നു എന്ന് ഫ്രോയിഡിന്റെ ശിഷ്യനായിട്ടുള്ള മാർക്സിയൻ തത്വചിന്തകനായ വിൽഹെം റീഹ് 1944 മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതായത് EMS നമ്പൂതിരിപ്പാടിന്റെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസം ഇവിടെ ഉണ്ടായിരുന്നു. ആളുകളുമായി സംവദിക്കുന്ന ഒരു ജനാധിപത്യ രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. സർവാധിപത്യത്തിലേക്ക് കേരളം പോയി എന്നാണോ MT പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്നല്ല MT ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. MT EMS മുൻപുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ എടുത്ത് ഉദാഹരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മുഖ്യമന്ത്രിയുടെ പാതയിലല്ല ഈ മുഖ്യമന്ത്രി പോകുന്നതെന്ന് MT വളരെ വ്യക്തമായി പറയുകയല്ലേ. അല്ലെങ്കിൽ ആ വേദിയിൽ EMSനെ ഉദാഹരിക്കേണ്ടത് വിൽഹം റീഹിനെ അദ്ദേഹം ഉദ്ധരിച്ചത്. ഇതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനത്തിന് 1940-കളിൽ തന്നെ ഉണ്ടായ അപജയം ഇവിടെ വളരെ വ്യാപകമായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയല്ലേ. അദ്ദേഹം പറയാതെ പോലുമല്ല, അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കുന്നവർക്കൊക്കെ അറിയാം. ഇതിലും വ്യക്തമായൊന്നും അദ്ദേഹം ഒന്നും പറയാറില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. നിസാം സയ്യിദ്, ശ്രീ ആനന്ദ് കൊച്ചുകൂടി നോക്കൂ. കേരളത്തില് നമുക്കറിയാവുന്നതുപോലെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ തന്നെയും ഏതാണ്ട്
തട്ടുംപുറത്ത് കയറിയിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനാകുന്നു. അതിനുശേഷം ആദ്യത്തെ പരിപാടി സംഘടിപ്പിക്കുന്നു. വലിയ തോതിൽ അക്രമാസക്തമാകുന്നു. പിന്നീട് ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ ഒക്കെ ഇത്തരത്തിലുള്ള ഉപരോധവും പ്രതിഷേധ സമരത്തിനൊക്കെ പോലീസ് ആക്ഷൻ ഉണ്ടാകുന്നു. നോക്കൂ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നവകേരള യാത്ര മുതൽ ഇങ്ങോട്ടുള്ള സംഭവവികാസങ്ങൾ നോക്കിയാൽ കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥ ഉരുണ്ടുകൂടുന്നുണ്ടോ? ഒരു ഭാഗത്ത് അക്രമവും വലിയ തോതിലുള്ള പോലീസ് നടപടിയും, മറുഭാഗത്ത് ഇതുവരെ സംഘടനാ രംഗത്ത് വലിയ നിലയിൽ ശക്തിയല്ലാത്ത UDF, കോൺഗ്രസ് അതിന് ശക്തി കൂടി വരുന്നു, കുറെ കൂടി മെച്ചപ്പെട്ട പ്ലാറ്റ്ഫോമിലേക്ക് അവർ എത്തിപ്പെടുന്നു എന്നുള്ള നിലയിൽ ഒരു നിരീക്ഷണം നടത്താനാകുമോ ഈ ഘട്ടത്തിൽ ശ്രീ ആനന്ദ് യെച്ചൂരി? അല്ല, ഈ 2016-21 കാലഘട്ടത്തിൽ ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു അപജയം എന്ന് പറയുന്നത്, അന്ന് കോൺഗ്രസിന് KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഉണ്ടായിരുന്നത് 2016 മുതൽ 17 വരെ അർദ്ധ മനസ്സോടെ VM സുധീരനും, അതിനുശേഷം ഒരു താൽക്കാലിക ചുമതലയുമായിട്ട് 2 വർഷത്തോളം MM ഹസനും, അതിനുശേഷം പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനുമാണ്. ഇവർ 3 പേരും പാർട്ടിയെ, സംഘടനയെ ചലിപ്പിക്കാൻ അവർക്ക് ഒട്ടും കഴിഞ്ഞിരുന്നില്ല. രമേശ് ചെന്നിത്തല കൂടെ പത്രസമ്മേളനങ്ങൾ നടത്തി. ചിലപ്പോൾ പലർക്കും തോന്നി ഒരു വൺ ടു മെനി എന്ന് പറയില്ലേ, അതായത് കുറച്ച് കൂടിപ്പോയോ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങൾ അവസാനം ആരും വലിയ സീരിയസ് ആയിട്ട് എടുക്കാത്ത രീതിയിൽ പോലും അദ്ദേഹം അത്രയും ആ സമ്മേളനങ്ങളുടെ എണ്ണം കൂടി അദ്ദേഹം കൊണ്ടുവന്ന സ്പ്രിംഗ്ലർ പോലെയുള്ള ആരോപണങ്ങളൊക്കെ കഴമ്പുള്ളതായിരുന്നു. പക്ഷേ അതിന് പോലും ആവശ്യത്തിന് ജനശ്രദ്ധ കിട്ടാതെ പോയി. പിന്നെ സ്വർണ്ണക്കടത്ത് കേസ് വന്നു. പിന്നെ അതിനുശേഷം കോവിഡും വന്നു. അതിനുശേഷം നമുക്കറിയാം 2021 പിണറായി വിജയൻ സർക്കാർ വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ അന്ന് രമേശ് ചെന്നിത്തല പലപ്പോഴും നിയമസഭയിലും പുറത്തുമൊക്കെ പത്രസമ്മേളനങ്ങൾ നടത്തുമായിരുന്നെങ്കിലും സംഘടന ചലിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തവണ കോൺഗ്രസിൻ്റെ ഒരു നേതൃമാറ്റത്തിൽ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസിൻ്റെ സപ്പോർട്ടേഴ്സ് കരുതിയിരുന്ന കെ സുധാകരനെ KPCC അധ്യക്ഷനായി നിയമിക്കുകയും നല്ല കുറിക്കുകൊള്ളുന്ന പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കുകയും ചെയ്തത്. അതായത് രമേശ് ചെന്നിത്തലയേക്കാൾ കൂടുതൽ കുറച്ചുകൂടി വ്യക്തമായും സുവ്യക്തമായും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന VD സതീശനും കെ സുധാകരനും ഈ പാർട്ടിയെ അല്ലെങ്കിൽ മൊത്തം UDFനെ തന്നെ ചലിപ്പിക്കും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ പദവിയിലേക്ക് വന്നപ്പോഴേക്കും കെ സുധാകരൻ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പലതും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത രീതിയിലേക്ക് മാറുകയും VD സതീശൻ നിയമസഭയിൽ പറയുന്നതിന് സംഘടനാ തലത്തിൽ അത് ഗ്രൗണ്ടിലേക്ക് വ്യാപിപ്പിക്കാൻ പാർട്ടിക്ക് കഴിയാത്ത ഒരവസ്ഥയുമായിരുന്നു ഇക്കാലം അത്രയും ഉണ്ടായിരുന്നത്. അപ്പോൾ നിയമസഭയിൽ ഈ 20-21 കോൺഗ്രസ് MLA മാരും ലീഗിൻ്റെ MLA മാരും 40 പേര് കൂടി കുറേ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കും. പക്ഷേ അത് പൊതുനിരത്തുകളിൽ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ രീതിയിൽ മാറാതെ ഇവിടെ ഒരു പ്രതിപക്ഷം തന്നെ ഉണ്ടോ നിയമസഭയ്ക്ക് പുറത്ത് എന്ന രീതിയിലായിരുന്നു ഇത്രയും കാലം 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു നവകേരള യാത്രയുടെ സീസണും ഇതിന് മുൻപത്തെ ഒരു വർഷത്തെ ഒരു കാര്യം നമുക്കൊരു പാരലൽ ഒരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് നടത്താം. അതായത് അന്ന് AKG സെൻറ്ററിലേക്ക് ഒരു ബോംബാക്രമണം ബോംബാക്രമണമാണോ പടക്കമാണോ എന്നൊക്കെയുള്ളത് വേറെ കാര്യം. പക്ഷേ എന്തായാലും ഒരു ആക്രമണം ഉണ്ടായി. അതിനുശേഷം കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ ഇന്ദിരാഭവൻ ആക്രമിക്കുകയും പയ്യാമ്പലത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമ തല വിച്ഛേദിക്കുകയൊക്കെ ചെയ്ത വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അന്ന് കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് വളരെ അതിനെ ഒന്ന് ശമിപ്പിക്കാൻ, അല്ലെങ്കിൽ അതൊരു അക്രമാസക്തമായിട്ടുള്ള രീതിയിലേക്കൊന്നും പോയില്ല. അന്ന് VD സതീശനും കെ സുധാകരനും ഒക്കെ വലിയ പ്രസ്താവനകൾ നടത്തി, ബൊംബാസ്റ്റിക് ആയിട്ടുള്ള പ്രസ്താവനകൾ നടത്തി. പക്ഷേ ഗ്രൗണ്ട് തലത്തിൽ ഒരു കാര്യമായിട്ട് കോൺഗ്രസ് ഒന്നും ചെയ്യുന്നത് കണ്ടില്ല. പക്ഷെ ഇത്തവണ ഈ നവകേരള സദസ്സിലേക്ക് വന്നപ്പോൾ ആദ്യം ഈ കോൺഗ്രസ് ഒരു നവകേരള സദസ്സിനെ എതിർക്കുന്നതായിട്ടോ അല്ലെങ്കിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തുമെന്ന് പോലും പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കാസർഗോഡ് നിന്ന് ഈ യാത്ര തുടങ്ങിയതിന് ശേഷം പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന പേരിൽ കുറേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM-ന്റെ ഈ സർക്കാർ സംവിധാനം പോലീസും എല്ലാവരും കൂടി അകത്തിടുകയും അതിനെതിരെ പ്രതിഷേധിക്കാൻ കണ്ണൂർ മുതൽ കല്യാശ്ശേരി മുതൽ യൂത്ത് കോൺഗ്രസ്സുകാർ വരികയും അത് ആദ്യം തന്നെ അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ 2ാമത്തെ ദിവസം തന്നെ ഈ പൂച്ചട്ടി ആക്രമണവും ഹെൽമറ്റ് ആക്രമണവും ഒക്കെ ഉണ്ടാകുകയും
ഇപ്പോൾ ഈ ചാനലുകളുടെ വിഷ്വലുകൾക്ക് വലിയ പ്രാധാന്യമുള്ള കാലമാണ്. പണ്ടത്തെ പോലെയല്ല. ഈ ചാനലിലെ വിഷ്വലുകൾ ജനങ്ങൾ തത്സമയം കാണുകയും അത് മുഖ്യമന്ത്രി എന്തൊക്കെ വാക്കുകൾ പറഞ്ഞ് രക്ഷാപ്രവർത്തനമെന്നോ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ ഇതെല്ലാം തത്സമയം കണ്ട് അവർ അത് വിലയിരുത്തുകയും അതിന് ഈ കിട്ടിയ സ്വീകാര്യത കണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കാര്യമായിട്ട് കരിങ്കൊടി പ്രതിഷേധവും മറ്റുമായി തിരുവനന്തപുരം വരെ, പ്രത്യേകിച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഇതിന്റെ ഒരു കൊട്ടിക്കലാശം ശരിയാണ്, ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നത്, ഒരു നോൺ ഇഷ്യൂവിൽ നിന്ന് ഇഷ്യൂ ഉണ്ടാക്കി സമരം ചെയ്യുകയായിരുന്നോ പ്രതിപക്ഷം എന്നൊരു മറുചോദ്യം കൂടി ആ ഭാഗത്തില്ലേ? കാരണം ഈ ജനസദസ്സിനോട് എവിടെയാണ് പ്രതിപക്ഷത്തിന് വിയോജിപ്പെന്ന് മുഖ്യമന്ത്രി അവസാനം നടന്ന ജനസദസ്സിലും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണ യോഗത്തിനോട് എതിർപ്പുണ്ടോ? നിങ്ങൾക്ക് സദസ്സിനോട് വിയോജിപ്പുണ്ടോ? പരാതി സ്വീകരിക്കുന്നതിനോട് വിയോജിപ്പുണ്ടോ? അവരാകെ ഈ ജനസദസ്സ് തുടങ്ങുമ്പോൾ എവിടെ വിചാരണ നടത്തണം എന്നതിൽ പോലും ധാരണയില്ലാതിരുന്ന കോൺഗ്രസിന്റെ കയ്യിലേക്ക് ഒരു വടി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് ഈ പറയുന്ന അംഗരക്ഷകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അതിനെ അനുപാതരഹിതമായ രീതിയിലേക്കൊരു സമരമായി കൊണ്ടുപോയി എന്നൊരു ആക്ഷേപം കൂടി ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വിഷയം കിട്ടാതിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തെ പരിമിതീകരിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് പി രാജീവ് പറഞ്ഞ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. ആക്ഷേപഹാസ്യത്തോടു കൂടി പറഞ്ഞതാണ്. അംഗൻവാടിയിലെ സമരമൊക്കെ കഴിഞ്ഞ് പഠനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലാകും ഇത് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഒരു അറസ്റ്റ്, ആദ്യമായി നടക്കുന്ന IPC 333 കേരളത്തിൽ ആദ്യമായി നടക്കുന്ന PDPP ആക്ടിന്റെ പേരിലുള്ള അറസ്റ്റോ അല്ലല്ലോ ആനന്ദ് കൊച്ചുകൂടി. തീർച്ചയായും ഈ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ് അവർ നവകേരള സദസ്സിനെ എതിർക്കുന്നത് എന്ന ചാനൽ ചർച്ചയിൽ പോലും കോൺഗ്രസിന്റെ വക്താക്കൾക്ക് വന്ന് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് വി ഡി സതീശൻ പറയുന്നത് ഇത് ഞങ്ങളുടെ ചെറുപ്പക്കാരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ എടുക്കുകയാണ്, അവരെയൊക്കെ റൗണ്ട് അപ്പ് ചെയ്യുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. പിന്നെ ചില ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു ഓവറോൾ നറേറ്റീവ് ഒരു എന്താണ് എന്താണ് അവരുടെ പ്രഥമ പരിഗണനയിലുള്ള വിഷയം, എന്താണ് ഇതിന്റെ എതിർപ്പിന്റെ പ്രഥമ കാരണം എന്ന് പറയാൻ കോൺഗ്രസിനോ UDF-നോ കഴിഞ്ഞിരുന്നില്ല. അത് സത്യമാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ എതിർസ്വരങ്ങളെയും ഈ സർക്കാരിന് നല്ല കുറുക്കിക്കൊള്ളുന്ന വാക്കുകളിൽ കൂടി വിമർശിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒന്നാലൊന്നും മര്യാദ പഠിപ്പിച്ച് കളയാം. ഇയാൾ ഇത്ര അങ്ങോട്ട് വളർന്നാൽ ശരിയാവില്ല. ഈ സർക്കാരിനെ വിമർശിക്കുന്നതിന് പിണറായി വിജയൻ ആരാണെന്ന് അറിയാമോ? പിണറായി വിജയനെ നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യരൊക്കെ വിമർശിക്കാൻ പാടില്ലാത്ത അതീതനായിട്ടുള്ള ഒരാളെന്ന രീതിയിലാണ് CPM-ന്റെ നേതാക്കൾ. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഡോക്ടർ അരുൺ കണ്ടിട്ടുണ്ടാകും, കുറേ സ്തുതിപാഠകർ ഈ ഇത്രയും നമ്മൾ സീനിയറായിട്ട് കരുതിയിരിക്കുന്ന CPM-ന്റെ മന്ത്രിമാരും അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന എക്സിക്യൂട്ടീവ് സമിതി അംഗങ്ങളും എല്ലാവരും കൂടെ കൂടി ഈ സ്തുതിഗീതങ്ങളുമായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പിണറായി വിജയനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു നേതാവ് മാത്രം പ്രതിപക്ഷത്ത് നിന്ന് ഏറ്റവും ശക്തമായ സ്വരം എന്ന നിലയ്ക്ക് ആ സ്വരം അങ്ങ് അവസാനിപ്പിക്കാം എന്ന രൂപത്തിലാണോ ഈ അറസ്റ്റ് ഉണ്ടായത്? ആ രൂപത്തിലാണോ അതിനെ കാണേണ്ടത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം. ശ്രീ നിസാം സെയ്ദ്, ഇപ്പോൾ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തമായ സ്വരം, അപ്പോൾ ആ സ്വരം അങ്ങ് ഇല്ലാതാക്കാം എന്നതാണ് ഈ അറസ്റ്റിന് പിന്നിലെന്ന്? രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ തീർച്ചയായും ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. കാര്യം കഴിഞ്ഞ കുറെ നാളുകളായി ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമായിരുന്നു. പ്രത്യേകിച്ച് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഗവൺമെന്റിന്റെ നരേറ്റീവിനെ തകർക്കുവാനും ഗവൺമെന്റിന്റെ വാദങ്ങളെ പൂർണ്ണമായും പൊളിച്ച് UDF-ന് വലിയ മുൻതൂക്കം നേടാനും ഒക്കെ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം ഉള്ള ആളുകളൊക്കെ വളരെ വിജയകരമായി ശ്രമിക്കുകയും വിജയകരമായ പ്രകടനം നടത്തുകയും അതിലൊക്കെ അവർ വിജയിക്കുകയും ചെയ്തത് നമ്മളെല്ലാം കണ്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോട് സ്വാഭാവികമായും പിണറായി വിജയന്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നീരക്കമുണ്ടാകും എന്നുള്ള കാര്യം വളരെ തീർച്ചയാണ്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശംസകൾ പാടുന്ന, അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ വർണ്ണിക്കുന്ന ആളുകളെ മാത്രം ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ വർണ്ണിക്കുന്ന VN വാസവനെ പോലെയുള്ള ആളുകൾക്ക് കൂടുതൽ സൗജന്യങ്ങൾ നൽകുകയും അദ്ദേഹത്തിന്റെ വിമർശകരോട് വലിയ അസഹിഷ്ണുത കാണിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടെന്നുള്ളത് സാമാന്യ ബോധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈ ഒടിയുന്നു, 3 സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിക്കേൽക്കുന്നു, 50,000 രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ പിന്നെ അറസ്റ്റ് അല്ലാതെ മറ്റെന്തു മാർഗം നിസാം സെയ്ദ്? ചാലക്കുടിയിൽ
പോലീസ് വണ്ടി തല്ലി തകർത്ത ഡിവൈഎഫ്ഐ നേതാവിനെ സ്റ്റേഷനിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയ CPM-ന്റെ ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുത്തിട്ട് എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? SIA പേപ്പട്ടിയെ തല്ലും അക്കാര്യത്തില് പരസ്യമായി അവിടെ അറസ്റ്റും നടന്നു, റിമാൻഡും ഉണ്ടായി. അല്ല, ഈ അശോകനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്താണ് നടപടിയെടുക്കാത്തത്? സാധാരണ ഒരു പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യണം. അദ്ദേഹം ശരിയാണ്, പക്ഷേ IPC 333 ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 10 വർഷമാണ് തടവ്. എന്തുകൊണ്ട് എടുത്തില്ല? ആരാണ് വകുപ്പുകൾ ചാർത്തുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലീസ് എന്തുകൊണ്ട് ലഘുവായ വകുപ്പ്, ഇത്രയും രൂക്ഷമായ കുറ്റങ്ങൾ ചെയ്ത ആളുകൾക്കെതിരെ ലഘുവായ വകുപ്പുകളിട്ട് കേസെടുക്കുന്നു? അല്ല, നിതിൻ പുല്ലാട്ടിനെയും ഈ സാന്ദ്ര തോമസ് അടക്കമുള്ളവരെയും പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ? SFI പ്രവർത്തകയെ അറസ്റ്റ് ചെയ്തു. ഈ നിതിൻ എന്ന് പറയുന്ന ആളാണെന്ന് തോന്നുന്നു, അയാളെ അറസ്റ്റ് ചെയ്തു. സാന്ദ്ര തോമസ് കേസ് എന്താണ്? സാന്ദ്ര തോമസിനെ അറസ്റ്റ് ചെയ്ത കേസ് എന്താണ്? റിമാൻഡിലായിരുന്നു, ജാമ്യം കിട്ടിയില്ല. ജാമ്യം കിട്ടിയില്ലല്ലോ നിസാം. ഞാനൊരു പെൺകുട്ടിയെ സാന്ദ്ര തോമസിനെ കേസ് അറസ്റ്റ് ചെയ്ത കേസ് എന്താണ്? പറയൂ. അതറിയില്ലല്ലോ. അത് ഞാൻ പരസ്യമായി ഒരു പെൺകുട്ടിയെ അപമാനിക്കുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷേ വിമർശനത്തിനുള്ള സഹിഷ്ണുതയും ബഹുമാനവുമാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം. കേരളത്തിൽ അത് സമ്പൂർണ്ണമായും പൊതുമുതൽ നശിപ്പിച്ചാൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതില്ല എന്നതാണോ നിസാം സെയ്ദ് അങ്ങയുടെ അഭിപ്രായം? അറസ്റ്റ് ചെയ്യുന്ന രീതി ഇതാണോ? രാവിലെ 4 മണിക്ക് തലേ ദിവസം രാത്രി വരെ പൊതുമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ഒരാളെ 4 മണിക്ക് വീട് 4 ഭാഗത്തു നിന്നും വളഞ്ഞ് ജനലിലടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണോ ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിനെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്? നിസാം സെയ്ദ്, അങ്ങും ഞാനും കണ്ട ദൃശ്യങ്ങളിൽ അതൊന്നുമില്ല. വളരെ സമാധാനപൂർവ്വം 1.5 മണിക്കൂർ കഴിഞ്ഞ് ഈ പറയുന്ന പോലീസ് ജീപ്പിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു കയറി പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തെങ്കിലും ദൃശ്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാണല്ലോ ക്യാമറ അവിടെ ചെല്ലുന്നത്. അല്ലല്ല, അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപും പോലീസ് ജീപ്പിൽ കയറ്റുന്നതിന് മുൻപും ഈ ദൃശ്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മുടെ സംപ്രേഷണം ചെയ്തതുമാണ്. 5:30-ക്ക് ശേഷം 4:30-ക്ക് പോലീസ് വീട് പറഞ്ഞിട്ട് 5:30-ക്ക് ശേഷമാണ് അവിടെ ക്യാമറമാൻ മീഡിയ ചെല്ലുന്നത്. 4:30 തൊട്ടോടെ പോലീസുകാരുണ്ട്. ഇത് കണ്ട് അരുൺ മുഖ്യമന്ത്രിയെ പോലെ പറയരുത്. നമ്മുടെ മുന്നിൽ വസ്തുതയാണ് പ്രശ്നം. ഞാൻ അറസ്റ്റിനെ എതിർക്കാത്ത ഒരാളാണ്. കാരണം പൊതുമുതൽ നശിപ്പിച്ചാൽ അത് LDF-ൽപ്പെട്ട മന്ത്രിമാർ നിയമസഭയ്ക്കുള്ളിൽ നശിപ്പിച്ചാലും അറസ്റ്റ് ചെയ്യണം, അത് പുറത്ത് ചെയ്താലും അറസ്റ്റ് ചെയ്യണം, പോലീസ് ജീപ്പിൽ കല്ലിട്ടാലും അറസ്റ്റ് ചെയ്യണം. പൊതുമുതൽ നശിപ്പിച്ചവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല എന്ന നിലപാടുള്ളയാളാണ് ഞാൻ. പക്ഷേ അങ്ങനെ പൊതുമുതൽ നശിപ്പിക്കുകയും ഒരു പബ്ലിക് സർവന്റിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച അയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കേസെടുക്കാൻ പാടില്ല എന്നുള്ളതിനെ അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ഹെൽമെറ്റ് കൊണ്ടും ചെസ്റ്റടി കൊണ്ടും തലതല്ലി പൊട്ടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണല്ലോ. എന്തുകൊണ്ട് അറസ്റ്റ് നടക്കുന്നില്ല? അവർക്കെതിരെ കേസെടുത്തു, അറസ്റ്റ് ചെയ്തു. വധശ്രമത്തിനാണ് കേസ്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുവാണ് പലരെയും. അതൊന്നും അല്ല, സ്റ്റേഷൻ ജാമ്യത്തിലൊന്നും അല്ല വിട്ടത്. അവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ അവരെയൊക്കെ റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്, വെറുതെ വാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തുകയാണ്. ഇത് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ എന്താണ് വ്യത്യാസം? നരേന്ദ്രമോദിയുടെ കയ്യിൽ ED-യും CBI-യും ഉള്ളതുകൊണ്ട് മറുപടി പറയട്ടെ. അൻവർ ഒരു കാര്യം, ഇന്നിപ്പോ നേരത്തെ MT-യുടെ കാര്യം MV നികേഷ് കുമാർ ചോദിച്ചതുകൊണ്ടാണ്. അധികാരം എന്ന് പറഞ്ഞാൽ ആധിപത്യത്തിനുള്ള ഒരു അവസരമായി കണക്കാക്കുക, സ്തുതിപാഠകരാൽ മാത്രം നയിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവുക. EMS കാണിച്ചു തന്ന ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ഒരുപാട് അകലെയാണ് ഇപ്പോഴത്തെ പിണറായി വിജയൻ എന്നാണ് MT വാസുദേവൻ നായർ പറയാതെ പറഞ്ഞു വെച്ചത്. അല്ല അരുണേ, ഈ അദ്ദേഹം എന്താണ് പറയാത്ത കാര്യത്തെ നിങ്ങൾ എന്താണ് പറയാതെ പറഞ്ഞു വെച്ചു എന്നൊക്കെയുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. നിങ്ങൾ അദ്ദേഹം എന്താണ് എന്നതിനെ പറ്റി നിങ്ങൾക്ക് കിട്ടുമല്ലോ. അദ്ദേഹത്തിന്റെ വീട് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തോട് തന്നെ കൃത്യമായി ചോദിക്കും. രണ്ടാമത് കാര്യം, ആരായി കഴിഞ്ഞാലും അല്ല ആയിക്കോട്ടെ, അല്ല നിങ്ങൾ അദ്ദേഹത്തിന്റെ അല്ല ഈ വിഷയം അല്ല ഈ പറയുന്ന ചെക്കോവ് ഇവരൊക്കെ എങ്ങനെയാണ് ഭരണകൂടത്തിന്റെ ആധിപത്യത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നത്? ആ മുന്നറിയിപ്പുകൾ അവഗണിച്ചു പോയപ്പോൾ സംഭവിച്ചത് എന്താണെന്നൊക്കെ വിശദമായി പറയുന്നുണ്ട്. അരുൺ, ഞാനിവിടെ സംസാരിക്കാൻ ആദ്യമേ വന്ന സമയത്ത് നിങ്ങൾ സമയം തരുന്നതിൽ തന്നെ ആനന്ദ് കൊച്ചുകുടിക്ക് നിങ്ങൾ ഒത്തിരി സമയം കൊടുത്തു. നിങ്ങൾ ഈ 3 പേർക്കും കൃത്യമായി സംസാരിച്ചതിന് ശേഷം നിങ്ങൾ നേരെ എന്നിലേക്കല്ല വന്ന നിങ്ങൾ പോയത്. ഈ പരാതി പറഞ്ഞ സമയം കളയണ്ട, പറഞ്ഞോളൂ, വിശദമായി തന്നെ പറഞ്ഞോളൂ. അല്ല ഓക്കെ, ഞാനിത് പറഞ്ഞത് നിങ്ങൾ നാളെ രാവിലെ ഈ നിങ്ങളുടെ കോഫി വിത്ത് പ്രോഗ്രാം ഉണ്ടല്ലോ.
പ്രോഗ്രാമിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ MTയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ചോദിക്കുമല്ലോ. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കൂ, അപ്പോൾ MT എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. എല്ലാ കാലത്തും ഭരണാധികാരികളുടെ മോശം പ്രവണതകളെ രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. നേരത്തെ മോദിക്കെതിരെയും വിമർശനം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് നരേന്ദ്രമോദിക്കെതിരാണോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സഖാവ് പിണറായി വിജയനെതിരാണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ പ്രസംഗം മാത്രമേ കേട്ടിട്ടുള്ളൂ. നരേന്ദ്രമോദിക്കെതിരെയാണെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജിയെ കോട്ടിയിട്ടാ പോരെ? അരുണേ, ഞാൻ പറഞ്ഞു വന്നത് ഈ എല്ലാ കാലഘട്ടത്തിലും ഇനി MT ആയോ അല്ലെങ്കിൽ മറ്റു മാധ്യമ പ്രവർത്തകരോ ആരും ഏതൊരു കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ജീവിച്ചിരിക്കെ അവരെക്കുറിച്ച് ഒരു കാലഘട്ടത്തിലും നല്ലത് പറയാറില്ല. അവർ മരിച്ചതിന് ശേഷം ഇനി നാളെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി വരുമ്പോഴാണ് നിങ്ങൾ ഈ പിണറായി വിജയനെ കോട്ട് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ പറയുന്നത് അദ്ദേഹത്തെ അഭിപ്രായമാണോ? MTയുടെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് താങ്കളോടുള്ള ചോദ്യം. അല്ല, ഞാൻ MTയെ കുറിച്ചല്ല ഞാൻ MTയെ കുറിച്ചല്ല പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ EMSുമായിട്ടൊക്കെ നിങ്ങൾ കോട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അത് ആരും ആയിക്കോട്ടെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, നേരത്തെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതി കേന്ദ്രത്തിൽ നമ്മുടെ നരേന്ദ്രമോദി കാണിക്കുന്നത് പോലെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ നമ്മളെല്ലാവരും ദൃശ്യം കണ്ടതാ. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെന്നറിയോ? നല്ല കുളിച്ച് കുട്ടപ്പനായി, നല്ല പൗഡറൊക്കെ തൊട്ട്, നല്ല ഡ്രസ്സ്, നല്ല വടിവൊത്ത, അതായത് നല്ല മറ്റേ തേച്ചിട്ട ഷർട്ടുമായിട്ട് വന്ന് ജീപ്പിൽ കയറി പോകുന്നതാണ് കണ്ടത്. ഇനി ഈ പറയുന്ന വീട് വളഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിരുന്ന സമയത്ത് രാവിലെ 4 മണിക്ക് ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്ന MM മണി സഖാവിന്റെ വീട്ടിലേക്ക് പോലീസ് വളഞ്ഞ ദൃശ്യം നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞു എന്ന് നിങ്ങൾ ആരും പറയില്ലായിരുന്നു. ഇനി ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ എങ്ങനെയാണോ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെയും അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണോ ഈ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ? രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങളോ ദേശീയ മാധ്യമങ്ങളോ ഇത്രയും ലൈവ് കൊടുത്തിട്ടില്ല. ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയത്ത് കൊടുത്ത ലൈവ് അവസാനം വരെ, ജയിലിൽ പോകുന്നത് വരെ ലൈവ് കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോ കേരളത്തിൽ മാധ്യമങ്ങൾ വളർത്തി വലുതാക്കിയ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണ വേണം. അത് PDPP ആക്ടുമായി ബന്ധപ്പെട്ടാണ്. ആ കേസിനകത്ത് 32ഓളം പേര് പ്രതികളായിരുന്നു. അതിൽ 25 കുട്ടികളും ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്നു. അവരുടെ കുടുംബത്തോടെങ്കിലും ഒരു കാര്യം പറയണ്ടേ? കാരണം അതിൽ 4ാമത്തെ പ്രതിയായിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം പുറത്ത് കലോത്സവ വേദിയിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ സമരം ചെയ്യാൻ പോവുക, എന്നിട്ട് ഒരു മിനിറ്റ് അന്വേഷ പാലോട്, 1-ാം പ്രതി ഇതിൽ പ്രതിപക്ഷ നേതാവാണല്ലോ. 1-ാം പ്രതിയിലേക്ക് പോകാതെ നേരെ 4-ാം പ്രതിയെ പുലർച്ചെ അറസ്റ്റ് ചെയ്യാമെന്ന തീരുമാനത്തിന് പിന്നിൽ എന്താണ്? 2-ാം പ്രതി ഷാഫി പറമ്പിൽ, 1-ാം പറമ്പിൽ വിൻസെന്റ്. അല്ല 1, 2, 3 പേരും നിയമസഭയ്ക്കകത്ത് MLA-മാരാണ്. ഇവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ പരമായിട്ട് ഇനി ഇവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും ഈ പറയുന്ന സ്പീക്കറുടെ അനുമതി വേണം. നിയമസഭാ സമ്മേളനം സ്പീക്കറുടെ അനുമതി വേണം. അങ്ങനെ നിയമസഭാ സമ്മേളന കാലയളവിൽ നടക്കാൻ പോവുകയാണ്. നിയമസഭാ സമ്മേളനം ഫെബ്രുവരിയിൽ നടക്കുകയല്ലേ? നിയമസഭാ സമ്മേളനം ബജറ്റ് സെഷൻ എന്നാ നടക്കാൻ പോകുന്നത്? 40 ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. 40 ദിവസത്തിന് മുമ്പോ MLA അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തില് സ്പീക്കറുടെ അനുമതി വേണം. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് നിയമസഭാ സമ്മേളനം ഉണ്ടെങ്കിലും നികേഷ് കുമാർ
അല്ല നികേഷ് കുമാർ, ഞാൻ അത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഇവിടെ പ്രോസിക്യൂഷൻ ഇന്നലെ കോടതിയിൽ ഹാജരായ സമയത്ത് ഈ MLA-മാരുടെ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ, ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് ഇവരെ എല്ലാം സംഘടിപ്പിക്കുകയും അക്രമത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു എന്ന പ്രോസിക്യൂഷൻ വാദിച്ചേ. അല്ലാതെ സ്പീക്കറിന്റെ അനുമതി ആവശ്യമില്ല ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് MLA അറസ്റ്റ് ചെയ്യാൻ. പറഞ്ഞോളൂ, തുടർന്നോളൂ. സിവിൽ അല്ലല്ല, ഓക്കെ. അപ്പോൾ എന്താണ് ഈ പറയുന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ച കാര്യം കോടതി അംഗീകരിച്ചത് എങ്ങനെയാ? കോടതി അംഗീകരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഇവരെ എല്ലാവരെയും, ഈ പോലീസിന്റെ വാഹനം തകർത്തതുൾപ്പെടെ പോലീസുകാരുടെ ഈ പറയുന്ന രീതിയിൽ പോലീസുകാർക്ക് അവർക്ക് ഇഞ്ചുറി ഉണ്ടായി, ഇതെല്ലാം. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച വാദങ്ങളൊന്നും തന്നെ കോടതി അംഗീകരിച്ചില്ല. അദ്ദേഹം അംഗീകരിച്ച ഒരേ ഒരു വാദം ഏതെന്നറിയോ? അദ്ദേഹത്തിന് നടുവയ്യ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മെഡിക്കലി അദ്ദേഹം അൺഫിറ്റ് ആണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതും ഏറ്റവും അവസാനം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അദ്ദേഹം അവിടെ ഉപയോഗിച്ച രേഖ പോലും വ്യാജമാണ്. അദ്ദേഹം കൊണ്ടുകൊടുത്ത ഈ മെഡിക്കൽ ഈ അൺഫിറ്റ് ആയിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് പോലും വ്യാജമാണ് എന്നാണ് സർവ്വതും വ്യാജവും. അതോടൊപ്പം വ്യാജമാണെന്ന് എങ്ങനെ തെളിഞ്ഞു? അതേ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് സാധാരണ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാമല്ലോ, ഡിസ്ചാർജ് സമ്മറി ഷീറ്റാണ്. ഡിസ്ചാർജ് സമ്മറി ഷീറ്റിൽ ആ ഡോക്ടറുടെ പേരുണ്ട്, പരിശോധിച്ച ഡോക്ടർമാരുടെ അതിനകത്തുണ്ട്. എന്നാൽ കോടതിക്ക് ആവശ്യപ്പെട്ടത് അതിനകത്ത് ഏത് ആശുപത്രിയിലാണ് എന്നതിന്റെ സീൽ ഉണ്ടായിരുന്നില്ല. ആ സീൽ കൂടി വെച്ചിപ്പോ കൊടുത്തു. അതിന് നിങ്ങൾ വ്യാജമെന്നെങ്ങനെ പറയും? അരുൺകുമാർ, നമ്മൾ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചു കഴിഞ്ഞാലും, നമ്മൾ അഡ്മിറ്റ് ചെയ്താലും, നമ്മൾ അവിടെ ഡോക്ടറെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരുമെന്നേ. ഞാൻ അടക്കമുള്ള ആൾക്കാർ 8-ാം തീയതി അറസ്റ്റ് ചെയ്യുമ്പോൾ 8-ാം തീയതി അറസ്റ്റ് ചെയ്യുമല്ലോ എന്ന് കണക്കാക്കി 6-ാം തീയതി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങണോ അൻവർ ഷാ? അല്ല, അവസാനമായിട്ട് ചികിത്സിച്ചിരുന്ന ആ രേഖയാണ് ഹാജരാക്കിയത്. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായിട്ട് ഹാജരാകുമ്പോൾ അദ്ദേഹം അതിനുശേഷം അദ്ദേഹം കലോത്സവ വേദിയിലുണ്ടായിരുന്നു. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ മുമ്പിൽ അദ്ദേഹം ചിരിച്ചു കാണിച്ചിട്ടുണ്ട്, മറ്റുള്ള മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ചിരിച്ചു കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പല ജില്ലകളിൽ പോയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന മെഡിക്കലി അൺഫിറ്റ് ആയിട്ടുള്ള ഒരാൾ എങ്ങനെ ഈ പറയുന്ന രീതിയിൽ പോയി സമരം ചെയ്യും? ഈ പറയുന്ന രീതിയിൽ പല വേദികളിലും പ്രത്യക്ഷപ്പെടും. അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ കാര്യമല്ല, കൃത്യമായി പറഞ്ഞു പബ്ലിക് പ്ലേസിലാണെങ്കിൽ ഈ പറയുന്ന ഒരുപാട് സുരക്ഷാപരമായ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം എവിടെയാണോ ഉള്ളത് അവിടെ രാവിലെ പോയി അറസ്റ്റ് ചെയ്തു. ഇനി ഒറ്റ ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് പി സി ജോർജ് ഒരു പരാമർശം നടത്തി. ഈസ്റ്റ് ഫോർട്ട് പോലീസ് കോട്ടയത്ത് പോയി രാവിലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഈ തിരുവനന്തപുരത്ത് വന്ന് ഹാജരാക്കി. നമുക്കറിയാലോ. അപ്പൊ പോലീസ് ഈ പറയുന്ന രീതിയിൽ എല്ലാവരെയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അവരുടേതായിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ കൃത്യമായി ഇടപെടാറുണ്ട്. അതിൽ വീട് വളയലോ ഈ പറയുന്ന രീതിയിൽ ഇനി ഇവർ നരേന്ദ്രമോദിയുമായിട്ടാണ് സമീകരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക. പി സി ജോർജ് വർഗീയ പ്രസംഗം നടത്തുകയാണ് ചെയ്തത്. ഇത് സർക്കാരിനെതിരായ സമരമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലെന്നേ, നമ്മൾ ഈ പറഞ്ഞ സമരത്തിന്റെ കേസല്ല. പോലീസ് റൂൾ ഓഫ് ലോയുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലീസ് എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളതാണ്. അല്ലാതെ സർക്കാരിന് പോലീസിന് അത് രാഹുൽ മാങ്കൂട്ടത്തിലെന്നോ മുൻ MLA 40 വർഷം അല്ലെങ്കിൽ 30 വർഷം MLA ആയിരുന്ന പി സി ജോർജോ എന്നൊന്നുമില്ല. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് ചോദിച്ചു ഈ കേസിലെ മറ്റ് പ്രതികൾ അവർ എത്രയോ ദിവസം ജയിലിൽ കിടന്നതാ. ടി സിദ്ദീഖും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും കൂടി ഇവരെ ജയിലിൽ കയറ്റിവിടുന്ന വീഡിയോ ഞങ്ങൾ കണ്ടതാ. അന്ന് അവരൊക്കെ ഈ പറയുന്ന രീതിയിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങി. അപ്പൊ ജാമ്യം കിട്ടി പുറത്തിറക്കുമ്പോ ഇതില് 4ാമത്തെ പ്രതി, ഈ മുഖ്യ സൂത്രധാരൻ, ഇതിന്റെ മുന്നിൽ നിന്ന് നയിച്ച ആള്, അദ്ദേഹത്തിന് നേരെ ചാർജുകൾ സമാനമായിട്ടുണ്ട്. അദ്ദേഹത്തിനെ മാത്രം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ മാധ്യമങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? നിങ്ങൾ ഈ സർക്കാർ ഒരു ശരിയായ കാര്യം ചെയ്തു, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അത് വീട്ടിൽ നിന്നായി പോയി, അതിനെ ആ രീതിയിൽ കണ്ടാൽ പോരെ സ്മൃതി?
സ്മൃതിക്ക് എന്തിനാണ് ഇത്ര പ്രശ്നം? ശരി. അതാണ് ഞാൻ സ്മൃതിയുടെ ചോദിക്കുന്നത്. പ്രശ്നമായിട്ടൊന്നും അതെ, കാണണ്ട. അതെ, അതെ. പ്രതിപക്ഷത്തിന്റെ സമരത്തോടുള്ള സർക്കാരിന്റെ സമീപനമാണ് ചോദിക്കുന്നത്. താങ്കളുടെ ചോദ്യത്തിലെ മുനയൊക്കെ മനസ്സിലായി. അതെ, ഈ നിസാം നേരത്തെ അൻവർഷ ചോദിച്ച ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട്. ഈ 17 പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ആ പ്രവർത്തകരെ ജയിലിലേക്ക് ഇതേ പ്രസിഡന്റ് തന്നെ ആനയിച്ചു കൊണ്ടുപോകുന്നു. ഒടുവിൽ ഈ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് വലിയ പ്രതിഷേധത്തിന് കാരണമാവുന്നു. ആ നേതാക്കളോടെങ്കിലും മിനിമം കമ്മിറ്റ്മെന്റ് ആ ജയിലിൽ പോയി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ട ഈ നേതാവ്. അങ്ങനെയാണെങ്കിൽ 1-ാം പ്രതി VD സതീശനെ ആദ്യം ഈ പോലീസ് അറസ്റ്റ് ചെയ്യണ്ടേ? ഇതെല്ലാം മിനിമം ഇത്രയും കാര്യങ്ങൾ മുഴുവൻ ഇൻസ്റ്റിഗേറ്റ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് പറഞ്ഞു പോലീസ് കോടതിയിൽ പറഞ്ഞു. പ്രതിപട്ടികയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യണമെന്ന് ചട്ടത്തിലൊന്നുമില്ല. മാങ്കൂട്ടത്തിലല്ലേ? പ്രതിപട്ടികയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരിടത്തും പറയുന്നില്ല. നമുക്കിതിന് മറുപടി ബ്രേക്കിന് ശേഷം എടുത്താലോ? അടിയന്തരമായ ഒരു ബ്രേക്ക് വേണം. പെട്ടെന്ന് മടങ്ങിയെത്താം. ശ്രീ നിസാം സെയ്ദ് 2 മിനിറ്റ് ഉണ്ട്. താങ്കൾക്ക് മറുപടി പറയാൻ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇത് വളരെ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് ബംഗാളിലെ CPM ഭരണത്തിന്റെ അവസാന കാലത്തെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. CPM-ന്റെ ബംഗാളിലെ ഭരണത്തിന്റെ അവസാന കാലത്ത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എത്ര ക്രൂരമായാണ് പെരുമാറിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മമതാ ബാനർജിയോട് CPM പ്രവർത്തകർ എത്ര നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. അതേ രീതിയിലാണ് കേരളത്തിലെ CPM മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലായി. 34 കൊല്ലം തുടർച്ചയായി ഭരിച്ച ഒരു സ്ഥലത്ത് പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്നൊരു അവസ്ഥയായി. കേരളത്തിലും അതേ രീതിയിൽ ചരിത്രത്തിൽ നിന്ന് ഒരു പാഠവും ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ അതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോവുകയാണ്. വിമർശനങ്ങളോട് ഒരു സഹിഷ്ണുതയും ഇല്ലാതെ, യാതൊരു വിധമായ പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ CPM മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ജനാധിപത്യത്തിൽ ഇത്രയും നാൾ നിലവിലിരുന്ന ഒട്ടേറെ കീഴ്വഴക്കങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ്. നമ്മുടെ ജനാധിപത്യത്തിന്, കേരള സംസ്ഥാനത്തെ ജനാധിപത്യത്തിന് എന്തൊക്കെ പറഞ്ഞാലും കുറേയേറെ നല്ല മൂല്യങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയമായി പൊരുതുമ്പോൾ പോലും പ്രതിപക്ഷ നേതാക്കളെ അന്യായമായി തടങ്കലിടാതെയും ഒക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ ശ്രദ്ധ പുലർത്തിയിരുന്നു. അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറെ കാലമായി ഈ സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത്. നാം കണ്ടു ഉമ്മൻചാണ്ടിയോട് എത്ര നിഷ്ഠൂരമായാണ്, നികൃഷ്ടമായാണ് പെരുമാറിയതെന്ന്. ഉമ്മൻചാണ്ടിക്കെതിരെ എത്ര നികൃഷ്ടമായ കേസെടുക്കാനാണ് ഈ സർക്കാർ തയ്യാറായത്. അത്തരമൊക്കെയുള്ള പാതയിലൂടെ വിനാശകാലം വിപരീത ബുദ്ധി എന്ന അവസ്ഥയിൽ ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇത് അവസാനത്തിന്റെ ആരംഭമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിക്കുകയാണ്. വളരെ നന്ദി ശ്രീ അൻവർഷ പാലോട്, നിസാം സെയ്ദ്, ഒപ്പം തന്നെ ആനന്ദ് കൊച്ചുകുടി. You are watching Reporter Evening Show.